പ്രശംസ അർഹിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് LDF സർക്കാർ ഈ കാലയളവിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ പ്രശംസ എല്ലാം LDF സർക്കാർ അർഹിക്കുന്നുണ്ടോ എന്ന ഉത്തരത്തിന് മറുപടിയായി കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. LDF സർക്കാർ അതിൻ്റെ 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ 4ാം വർഷമാണെങ്കിലും തുടർഭരണത്തിൻ്റെ 9ാം വർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ 8 വർഷം കൊണ്ടും സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ഓരോ വളർച്ചയ്ക്കും കൈത്താങ്ങായി നിൽക്കുന്നത് ജനങ്ങളുടെ സഹായം തന്നെയാണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ കേരള വികസനങ്ങൾക്കെല്ലാം കോട്ടം തട്ടുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട സാഹചര്യമായിരുന്നു 2016 UDF ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ആശുപത്രികളിൽ മതിയായ ഒരു സൗകര്യമില്ലായിരുന്നു. വികസനം മരവിപ്പിച്ചും ക്ഷേമ പെൻഷനുകൾ മുടക്കിയും ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബുദ്ധിമുട്ടിലെത്തിച്ചു. ഇതിനെ എല്ലാം അതിജീവിക്കുക എന്നത് LDF സർക്കാരിന് പ്രധാന വെല്ലുവിളി. പലതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരണം ഇതിനെല്ലാം മറികടക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റവും ലൈഫ് മിഷൻ മുഖേന വീടുകൾ പണികഴിപ്പിച്ച് നൽകി വീടില്ലാത്തവർക്ക് പാർപ്പിട സൗകര്യം ഒരുക്കിക്കൊടുത്തു. ഹരിത കേരള മിഷൻ ആരംഭിക്കുകയും മാലിന്യമുക്തമെന്ന നാടാക്കി നമ്മുടെ സംസ്ഥാനത്തെ ഉയർത്താൻ ശ്രമിക്കുകയും സർക്കാർ ചെയ്തു. ഹരിത കേരള മിഷൻ വഴി ധാരാളം വനിതകൾക്ക് തൊഴിൽ നേടിക്കൊടുക്കുവാൻ സാധിച്ചു. പൊതുവിദ്യാലയങ്ങൾ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചത് ഈ സർക്കാരിൻ്റെ ഭരണത്തുടർച്ചയോട് കൂടിയാണ്. കൂടുതൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ ആരംഭിച്ചതോടെ ധാരാളം വിദ്യാർത്ഥികൾക്ക് സഹായകമായി. ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കാഴ്ചവെച്ചാൽ മാത്രമേ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. NAAC അക്രഡിറ്റേഷനിൽ കേരള സർവകലാശാല A++ നേടിയത് അഭിമാനകരമാണ്. രാജ്യത്താകെ 6 സർവകലാശാലകളാണ് ഈ നേട്ടം കൈവരിച്ചത്. കോഴിക്കോട് സർവകലാശാലയും കൊച്ചി സർവകലാശാലയും സംസ്കൃത സർവകലാശാലയും A+ ഗ്രേഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 16 കോളേജുകളാണ് കേരളത്തിൽ നിന്നും A++ ഗ്രേഡ് സ്വന്തമാക്കിയത്. 26 കോളേജുകൾ A+ ഗ്രേഡും 53 കോളേജുകൾ A ഗ്രേഡും സ്വന്തമാക്കി. മഹാത്മാഗാന്ധി സർവകലാശാല ടൈം ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് റാങ്കിങ്ങിന്റെ 401-500 ബാങ്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനം, പവർ ഹൈവേ, ദേശീയ ജലപാത, കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ തുടങ്ങിയ നിരവധി പദ്ധതികൾ സർക്കാരിന്റെ നേട്ടങ്ങൾക്കുള്ള ഉദാഹരണമാണ്. വികസനം, ക്ഷേമം, സേവനം എന്നിവയെപ്പോലെ തന്നെ തൊഴിലും ജനങ്ങളുടെ അവകാശമാണ് എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടാണ് കേന്ദ്ര സർവീസുകളിൽ, കേന്ദ്ര സേനകളിൽ, റെയിൽവേയിൽ, കേന്ദ്ര പൊതുമേഖലയിൽ എന്നിങ്ങനെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന തൊഴിൽദാതാക്കളായ സ്ഥാപനങ്ങളിൽ ദശലക്ഷക്കണക്കിന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയും നിയമന നിരോധനം നിലനിൽക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ കേരളത്തെ PSC രാജ്യത്താകെ മാതൃകയാവുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായി പ്രത്യേക ബോർഡ് രൂപീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വരും കാലയളവിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ശ്രമത്തിലാണ് സർക്കാർ.